എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്ന ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് മോഹൻലാലിൻ്റെ പ്രതികരണം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സിനിമയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മോഹൻലാൽ ഇത്തരത്തിലുള്ള ഒരു ഖേദപ്രകടനം നടത്തിയത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിനെത്താനിരിക്കുകയാണ്. ഖേദം പ്രകടിപ്പിച്ചപ്പോൾ മോഹൻലാൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയിലെ ചില രാഷ്ട്രീയ പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. കലാകാരൻ എന്ന നിലയിൽ തന്റെ സിനിമകൾ പ്രസ്ഥാനങ്ങളോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്നുള്ളതാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രകടിപ്പിച്ച എല്ലാവർക്കുമുണ്ട്. എന്തായാലും വിവാദ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മോഹൻലാൽ വ്യക്തമാക്കുകയാണ്. ഈ എമ്പുരാനിലെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ വിമർശനം രൂക്ഷമാക്കുന്നതിനിടയിലാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ മോഹൻലാൽ എന്താണ് പറയുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ അതിനൊരു മറുപടി ലഭിച്ചിരിക്കുന്നു. അതേസമയം ചിത്രത്തിൽ രാഷ്ട്രീയം തിരികെ കയറ്റിയെന്ന ആരോപണം നേരിടുന്ന സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോഴും സ്വന്തം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെയാണ് എമ്പുരാനിൽ നിന്ന് 17ലധികം സീനുകൾ റീസെൻസറിങ്ങിലൂടെ ഒഴിവാക്കിയ ശേഷം ചിത്രം പ്രദർശനത്തിലെത്തുന്നത്. ചില വിവാദ പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്നു. സിനിമയിലെ പ്രതിനായക കഥാപാത്രത്തിന്റെ പേരും മാറ്റുമെന്നതാണ് ലഭിക്കുന്ന വിവരം. അതിപ്പം തന്നെ ഈ വിവാദ ഭാഗങ്ങൾക്കൊപ്പം സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ സിനിമ പ്രദർശനത്തിലെത്തുന്നതിന് മുന്നോടിയായി കൂടിയാണ് ഇന്ന് മോഹൻലാൽ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. KP, അതായത് പ്രജിത്ത്, ഏകദേശം 17 രംഗങ്ങളടക്കമാണ് മാറ്റുന്നത്. വിവാദ രംഗങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. വളരെ വേഗം തന്നെ പുതിയ എമ്പുരാൻ അല്ലെങ്കിൽ മാറ്റിയ എമ്പുരാൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് മോഹൻലാലിൻ്റെ ഖേദപ്രകടനം, അല്ലേ? അതെ KP, ആ രീതിയിലാണ് പോകുന്നത്. കാരണം നാളെ ചിത്രം എത്തുകയാണ്. അപ്പോൾ ഇതുവരെ മോഹൻലാൽ എന്ത് പറയുന്നു എന്നുള്ള ഒരു ചോദ്യം വലിയ രീതിയിൽ നിന്നിരുന്നു. കാരണം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കും ഇത് വലിയ മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ ചില പ്രമേയങ്ങൾ, ചില രാഷ്ട്രീയ വിഷയങ്ങൾ, ചില കലാപ സീനുകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിനുണ്ടാക്കിയ വലിയ എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ അഭിമാനമായ അന്വേഷണ ഏജൻസികളെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം സമൂഹത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ ഏത് രീതിയിൽ ഇതിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് മോഹൻലാലിന്റെ വലിയൊരു ആരാധക ബൃന്ദവും പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താകണം എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ പോലും മോഹൻലാലിന്റെയൊക്കെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ കമന്റ് സെക്ഷനിലൊക്കെ നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയൊരു ഭാഗം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മോഹൻലാൽ തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഈ സിനിമയിൽ സംഭവിച്ച വിഷയങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നതും അതിൽ ഖേദം പ്രകടിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ഇത്രയും കാലം ഈ പറയുന്ന ആരാധകർ തന്നെയാണ് തനിക്ക് ശക്തി തന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളതും മോഹൻലാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. KP, ശരി, പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.